ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സംഭാഷണത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ആലോചനകൾ. മാനവ വിമോചനത്തിനായിട്ടാണ് യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ സമ്പൂർണമായ വിമോചനമാണ് ക്രിസ്തുവിൽ സാധ്യമായത്. ക്രിസ്തുവിൽ സാധ്യമായ ആ രക്ഷയാണ് ക്രൈസ്തവ ധാർമ്മികത ആധുനിക ലോകത്ത് പ്രഘോഷണം ചെയ്യുന്നത്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരമായ സഭ മാതാവും ഗുരുനാഥയുമാണ്, സ്വർഗീയ മണവാട്ടിയാണ് എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. സ്ത്രീത്വം എവിടെ അപമാനിക്കപ്പെടുന്നുവോ, എവിടെ തരം താഴ്ത്തപ്പെടുന്നുവോ, അവിടെ ക്രിസ്തുവിന്റെ വിമോചനത്തെ നിഷേധിക്കുകയാണ്, ക്രിസ്തുവിൽ സാധ്യമായ മനുഷ്യരക്ഷയെ അവമതിക്കുകയാണ് നാം ചെയ്യുന്നത്. ലോകത്ത് പൊതുവെ വിമോചനത്തിന് വേണ്ടിയുള്ള സ്ത്രീ ശബ്ദം ഉയരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് തീർത്തും നിരർത്ഥകമായ കാര്യമല്ല. സാമൂഹ്യ അന്തരീക്ഷത്തിലും കുടുംബ ബന്ധങ്ങളിലും വ്യക്തിജീവിതത്തിലും നിരവധിയായ പരിമിതികൾ സ്ത്രീകൾ നേരിടുന്നു. കേവലമായി ആക്രമിക്കപ്പെടുക എന്നത് മാത്രമല്ല, ഇരയായി പരിഗണിക്കപ്പെടുന്നു എന്നത് മാത്രമല്ല, അവൾ പുരുഷന് തുല്യയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ലോകം അതിൻ്റെ കർമ്മമേഖലയെ ആണധികാരത്തിന് കീഴിലാക്കി നിയന്ത്രിച്ചിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ക്രൈസ്തവ ധാർമ്മികത പറയുന്നത് എന്താണ്, തിരുസഭ പറയുന്നത് എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശു ഭൂമിയിൽ അവതരിക്കുന്നത് ഒരു സ്ത്രീയിലൂടെയാണ് എന്നത് അന്നുവരെ നിലനിന്നിരുന്ന വിശ്വാസ ബോധ്യങ്ങൾക്കും മതപാരമ്പര്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഏശയ്യാപ്രവചനം 7:14 പറയുന്നതനുസരിച്ചാണ് ക്രിസ്തു ജനിക്കുന്നത്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവനാണ് വിമോചകനെന്ന് യേശയ്യാപ്രവാചകനിലൂടെ ദൈവം ലോകത്തെ അറിയിക്കുന്നുണ്ട്. പക്ഷേ യേശു പിറക്കുന്ന സമയത്ത് അത് അംഗീകരിക്കാവുന്ന സാമൂഹ്യ അന്തരീക്ഷമല്ല നിലവിലുണ്ടായിരുന്നു. മതങ്ങൾ എപ്പോഴും സ്ത്രീകളെ തരം താഴ്ത്താൻ, ആണധികാരത്തിന്റെ അധീശത്വം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. മനുഷ്യത്വത്തെ വിഭജിക്കാൻ ഏറ്റവും അടിസ്ഥാനമായി അധികാരവും മതവും കണ്ടെത്തുന്ന മാർഗം സ്ത്രീ പുരുഷ വിവേചനമാണ്. ഇത്തരമൊരു ആധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അടിമത്വവും ലോകത്ത് നടമാടുന്നത്. എല്ലാവരെയും അടിമപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടായാൽ എല്ലാവരും അയാൾക്കെതിരാവും. അതിനു പകരം ഒരാൾ അടിമപ്പെടുത്തുക, അയാൾ മറ്റൊരാളെ അടിമപ്പെടുത്തുക. അംബേദ്കർ പറയുന്നത് പോലെ ശ്രേണീകൃതമായ ഒരസമത്വം. ആ ശ്രേണീകൃതമായ അസമത്വത്തിന്റെ ഏറ്റവും അടിപ്പടവിൽ എല്ലാ ഭാരവും താങ്ങുന്നവളായിട്ടാണ് ലോകത്ത് സ്ത്രീ എന്ന് നിലനിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യവിമോചനം എന്നതിനെക്കുറിച്ച്, ക്രിസ്തുവിൽ സാധ്യമായ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീ വിമോചനം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്ത്രീയെക്കുറിച്ച് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം എങ്ങനെയാണ് സ്ത്രീയെ നോക്കിക്കാണുന്നത് എന്നത് തിരിച്ചറിയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രൈസ്തവ ധാർമ്മികതയും സഭയും ഒരു മതമല്ല എന്ന് നിരന്തരം നമ്മൾ പറയുന്നതിന്റെ കാര്യം, ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും തട്ടുതിരിവുകൾ കൊണ്ടും മനുഷ്യത്വത്തെ എപ്പോഴും കൂച്ചുവിലങ്ങിടുന്ന ഒരു അധികാര കേന്ദ്രമായിട്ടല്ല സഭ പ്രവർത്തിക്കുന്നത്. എല്ലാ മതങ്ങളും അങ്ങനെയാണ്. ആചാരബദ്ധമായ ലോകമാണത്. സഭയാകട്ടെ ആചാരത്തിലല്ല ഊന്നുന്നത്, ധാർമ്മികതയിലാണ്. ക്രൈസ്തവ ധാർമ്മികത പ്രഘോഷിക്കുന്ന സ്നേഹവും സമത്വവും സാഹോദര്യവും ആനുകാലിക ലോകത്തിന്റെ വ്യവസ്ഥകൾക്കകത്ത്, ആനുകാലിക സാമൂഹ്യ ചുറ്റുപാടുകളിൽ എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സഭ എന്തു പറയുന്നു, എന്താണ് ദൈവവചനം പറയുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാവണം. പലപ്പോഴും സഭയുടെ പ്രബോധനങ്ങളും ദൈവവചനവും നമ്മോട് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരിക്കേണ്ടവരാണ്, പുരുഷന് വിധേയപ്പെടേണ്ടവരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ശ്രമങ്ങളുണ്ട്. ഒരു ധാർമ്മികത അതിൻ്റെ പ്രയോഗ വഴിയിലെത്തുമ്പോൾ കൈവഴികൾ തിരിഞ്ഞ് ഒഴുകി അതിൻ്റെ യഥാർത്ഥ മൂല്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നാം പറയുന്നത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനത്തെ അടർത്തിയെടുത്ത്
ഇതാണ് തങ്ങൾ പറയുന്നത്, കണ്ടോ ദൈവവചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്, സഭ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞൊപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ധാരാളമായി സഭയ്ക്കകത്തുണ്ട്, ലോകത്തുണ്ട്. യഥാർത്ഥത്തിൽ ദൈവവചനം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും ഒരു വചനം അടർത്തിയെടുത്ത് പറയുന്നത് അബദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യമുള്ളത്, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിന് നമ്പർ ഇട്ടത് ദൈവമല്ല, അപ്പോസ്തലന്മാരുമല്ല, തിരുസഭയല്ല. അതൊരു പ്രസ്സുകാരൻ വിശുദ്ധ വചനങ്ങളുടെ ക്രോഡീകരണത്തിനായി എടുത്തൊരു എളുപ്പമാർഗമാണ്. അങ്ങനെ ക്രോഡീകരിക്കാൻ എടുത്ത ഈ മാർഗത്തെ വചനത്തിന്റെ സമ്പൂർണാർത്ഥം ഉൾക്കൊള്ളാത്ത ഇത്തരം പാർശ്വമായിട്ടുള്ള വാക്യങ്ങളെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്. സ്ത്രീകൾ സമൂഹത്തിൽ താഴ്ന്നവരായിരിക്കണം, പുരുഷന് വിധേയായിരിക്കണം, അവൾ സമൂഹത്തിൽ സംസാരിച്ചുകൂടാ, അവൾ പ്രലോഭനകാരിയാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാനാണെങ്കിൽ നിരവധിയായ ഇത്തരം വാക്യങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റും. കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പറഞ്ഞതുമായി യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയായി വചനം പിക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ശ്രമം വളരെ വ്യാപകമായിട്ടുണ്ട്. സാധാരണഗതിയിൽ യഥാർത്ഥ വ്യാഖ്യാനത്തിലേക്ക് എത്തുക എന്നത് സഭ എന്താണ് ആധികാരികമായി വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന വ്യക്തമായ ബോധ്യത്തിലെത്തുക. സഭ എന്തടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്നതെന്നും വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ പറയുന്നതെന്നും ശ്രദ്ധയോടെ നിരീക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സത്യത്തെ അതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ പറ്റും. സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പറയാൻ പ്രഘോഷണത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യമാണ് ശിരോവസ്ത്രത്തെ സംബന്ധിച്ച്, അവൾ പുരുഷന് വിധേയായിരിക്കുന്നത് സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ. അത്തരം ഭാഗങ്ങളിലെ ചില വാക്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് പ്രഘോഷണ വേദികളിൽ സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കേണ്ടതാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായി പുരുഷാധിപത്യ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ ബാഹ്യതലത്തിൽ ജനാധിപത്യം പറയുകയും പുരോഗമനവാദം പറയുകയൊക്കെ ചെയ്യുമ്പോഴും വീടിനകത്ത് സ്ത്രീ അടിമയായിരിക്കണം, വിധേയപ്പെടണം എന്ന ശാഠ്യം പ്രബലമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുറമെ പറയുമ്പോൾ വളരെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുകയും യഥാർത്ഥത്തിൽ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും പറഞ്ഞ് നോക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ അബദ്ധങ്ങൾ പറയുന്ന ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വിശദമായ ചിന്തകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം, ഇത് ഞാൻ പറയുന്നതല്ല. വ്യക്തിപരമായ സ്വന്തം അഭിപ്രായങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആയിരിക്കാം. അത്തരം എൻ്റെ ആശയങ്ങൾ പറയാനുള്ള വേദി എനിക്ക് വേറെ ഉണ്ട്. ഞാൻ എഴുതുകയും സുവിശേഷ പ്രഘോഷണമല്ലാത്ത പ്രഭാഷണങ്ങളിൽ പറയുകയും ചെയ്യുന്ന മേഖലയിൽ എനിക്കത് പറയാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷണം സഭയുടെ ദൈവവചന വ്യാഖ്യാനത്തിനനുസരിച്ചാണ്, സഭാപ്രബോധനങ്ങൾക്ക് വിധേയപ്പെട്ടാണ്. ഇങ്ങനെ വിധേയപ്പെടുന്ന ഒരു അടിമത്വമായിട്ടല്ല. സഭാപ്രബോധനങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടാകും. അവയെക്കുറിച്ച് സഭ എന്താണ് പറയുന്നതെന്ന് അറിയാൻ കൂടുതൽ പഠിക്കേണ്ടി വരും. അത്തരം പഠനങ്ങളിലേക്ക് പോകുക എന്നല്ലാതെ നമ്മൾ പറയുന്നതാണ് ഏകമായ ശരി എന്ന അഭിപ്രായം വ്യക്തിപരമായി നമുക്കില്ല എന്ന് ആദ്യം പറയട്ടെ. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരു അഭിപ്രായം വ്യക്തിഗതമാണെന്ന് തോന്നിയാൽ അത് ചൂണ്ടിക്കാട്ടണം. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. കാടടച്ച് നിങ്ങൾ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്, ഈ സ്വന്തം അഭിപ്രായം കത്തോലിക്ക സഭയുടെ അഭിപ്രായമല്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്, എല്ലാവർക്കും ഇതുപോലെ അഭിപ്രായം ഉണ്ടാകും. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ പോലെ കേവലമായ അഭിപ്രായം പറയുന്നതല്ല സുവിശേഷ പ്രഘോഷണം. വ്യക്തിഗതമായി ദൈവവചനത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് അവകാശമില്ലെന്ന് പറയാൻ കാരണം വചനം നൽകിയത് സഭയാണ്. ആ സഭയ്ക്കാണ് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുക. നമ്മളൊരു കാറ് വാങ്ങിയാൽ ആ കാറ് എന്തെങ്കിലും ഡിഫക്റ്റ് കാണിച്ചാൽ, അല്ലെങ്കിൽ ആ കാറിന് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടായാൽ നമ്മൾ അതിൻ്റെ മാനുഫാക്ചറെയാണ് സമീപിക്കുക. അവർക്ക് സർവീസ് സെന്റർ ഉണ്ട്, അവർക്കാണ് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക. ഏത് ഉപകരണം വാങ്ങിയാലും അത് നിർമ്മിച്ചവർക്ക് മാത്രമേ അതെന്താണെന്ന് പറയാൻ പറ്റൂ.
ദൈവവചനം രൂപപ്പെട്ടത് സഭയിലായതുകൊണ്ട് കത്തോലിക്ക തിരുസഭ എന്താണ് വചനത്തെക്കുറിച്ച് പറയുന്നത്, ഒരാശയത്തെക്കുറിച്ച് പറയുന്നത്, ഒരു നിലപാടിനെക്കുറിച്ച് സഭ എന്താണ് വിശദീകരിക്കുന്നത് എന്നത് പരമപ്രധാനമാണ്. അതിനെക്കുറിച്ച് വ്യക്തിപരമായി നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം. അത് നമ്മുടെ മനസ്സിലാക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്പകാലത്തേക്ക് ഭൂമി ജീവിക്കുന്ന നമുക്ക് എല്ലാം കൂടി മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ജളത്വം വേറെയില്ല. കാരണം 2000 വർഷത്തെ ജീവിത പാരമ്പര്യമുണ്ട് സഭയ്ക്ക്. വിശ്വാസം 2000 വർഷം ചരിത്രത്തിൽ ജീവിക്കുകയാണ് സഭയിൽ. അതുകൊണ്ട് സഭ പരിപൂർണതയിലെത്തിയെന്നല്ല, പരിപൂർണതയുടെ യാത്രയിലാണ്, തീർത്ഥാടക സഭയാണ്. ആ സഭ നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിരന്തരം ഈ നവീകരണം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അത്രത്തോളം വേഗത്തിലാവണം അതൊന്നില്ല. അത് നിരന്തരമായ പരിവർത്തനത്തിലൂടെ, നിരന്തരമായ നവീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും സ്ത്രീകൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമാകാം എന്ന ഒരു ചിന്ത എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ധാരണകൾ വെച്ച് പുലർത്തിപ്പോകുന്നത് അബദ്ധമാണ്. സ്വാതന്ത്ര്യം എന്നത് സാർവത്രികമായുള്ള കാര്യമാണ്, എല്ലാവർക്കും ഉള്ള കാര്യമാണ്. സ്വാതന്ത്ര്യം ദൈവത്തിനാണ്. ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. വ്യക്തിതലത്തിലും സാമൂഹ്യ അന്തരീക്ഷത്തിലും ജീവിത പാരമ്പര്യങ്ങളിലും ക്രമത്തിലുമൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായി മാത്രം ഉള്ള ധാരണകളാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ നമ്മൾ കുഴിയിൽ വീഴും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ത്രീ വിമോചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് സ്ത്രീയെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആധാരമായി എടുക്കുന്നത് സഭയുടെ വ്യാഖ്യാനങ്ങളെയാണ്, വ്യക്തിപരമായ വ്യാഖ്യാനങ്ങളെയല്ല. ദൈവവചനത്തെ വ്യക്തിപരമായി വ്യാഖ്യാനിക്കുമ്പോൾ പിഴവുകൾ ഉണ്ടാവും. നമ്മുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും ഒക്കെ പരിമിതികൾ അതിനെ ബാധിക്കും. നമ്മുടെ ജീവിത ബോധ്യങ്ങളായിരിക്കും അതിലൂടെ നമ്മൾ പറയുക. അത് പരിപൂർണമാകില്ല. അതുകൊണ്ട് സഭ എന്താണ് ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്, സഭ എന്താണ് സ്ത്രീയെക്കുറിച്ച് പറയുന്നത് എന്ന തരത്തിലുള്ള ഒരു ആലോചനയാണ് നമ്മൾ ഈ സംഭാഷണത്തിലുടനീളം പ്രയോഗിക്കാൻ ശ്രമിക്കുക. എവിടെയെങ്കിലുമൊക്കെ വീഴ്ചയുണ്ടായാൽ നമുക്ക് ആലോചിക്കാം, നിങ്ങളത് ചൂണ്ടിക്കാട്ടണം. അത്തരം ആലോചനകളെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം വീഴ്ചകളുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ ആകെ 21 ലേഖനങ്ങളാണുള്ളത്. അതിലെ 14 ലേഖനങ്ങൾ വിശുദ്ധ പൗലോസ്ലിയുടെ പേരിലുള്ളതാണ്. ആ ലേഖനങ്ങൾ ചിലവ അദ്ദേഹത്തിന് ശിഷ്യർ എഴുതിയതാണ് എന്ന വാദമുഖമൊക്കെ ഉണ്ട്. അത് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. 21 ലേഖനങ്ങളിൽ 7 ലേഖനങ്ങളാണ് സാർവത്രിക സഭയ്ക്കുള്ള ലേഖനങ്ങളായി പരിഗണിക്കുക. സാർവത്രിക സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങൾ ആദ്യം നമ്മളിപ്പോൾ പരിശോധനയ്ക്ക് എടുക്കുകയാണ്. ആ ലേഖനങ്ങളിൽ പ്രധാനമായി സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിശുദ്ധ പത്രോസ് ലീഗയുടെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെ തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങൾ തന്നെ പലപ്പോഴും സ്ത്രീകൾ വിധേയരായിരിക്കണം എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട്. ഒറ്റയ്ക്കെടുത്ത് നോക്കിയാൽ, ഓരോ വചനെടുത്ത് നോക്കിയാൽ ഈ പറയുന്നത് വാസ്തവമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. സാധാരണ ഒരു വിശ്വാസി അത് വായിക്കുമ്പോൾ, ദൈവവചനം തന്നെ ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, പിന്നെ നമ്മൾ എന്തിനു മറിച്ച് ചിന്തിക്കണം, ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് ഭാഗം എടുക്കുമ്പോഴും ആ ഗ്രന്ഥം എഴുതപ്പെട്ട കാലത്തിന്റെ ചരിത്രഘടനയെ നമ്മൾ ഓർക്കണം. ചരിത്രത്തിൽ വിശ്വാസം ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് പരിഗണിക്കുമ്പോൾ മാത്രമേ നാം വായിക്കുന്ന വചനത്തിന്റെ ഒരു സമ്പൂർണ്ണാർത്ഥം, അല്ലെങ്കിൽ അതിലൂടെ പറയാൻ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമാവും. ഒറ്റയ്ക്കെടുത്ത് മാത്രം ചിന്തിച്ചാൽ നമ്മൾ സാഹചര്യത്തിൽ തിന്നിമാറും. അപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം വേറെയായിട്ട് മാറും. ഞാനൊരു ഉദാഹരണം പറയാം. അത് പത്രങ്ങളിൽ പൊതുബോധ നിർമ്മിതി വരുന്നതിനെ സംബന്ധിച്ചാണ്. യാഥാർത്ഥ്യമല്ല പലപ്പോഴും പൊതുബോധമായിട്ട് മാറുക. പൊതുബോധ നിർമ്മിതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതൊരു കഥയാണ്. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ കേജ്രിവാളിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു എന്നിരിക്കട്ടെ. അദ്ദേഹം അഴിമതിക്കെതിരെയൊക്കെ സമരം ചെയ്ത് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ അഴിമതിക്കാരെ എല്ലാം പിടിച്ചു തുറങ്കിലടയ്ക്കുമോ? അപ്പൊ അദ്ദേഹം പറയുന്നു, അടയ്ക്കും.
സച്ചിൻ ടെണ്ടുൽക്കർ അഴിമതി നടത്തിയാൽ അദ്ദേഹത്തെ നിങ്ങൾ തുറങ്കിലടയ്ക്കുന്നു? മറുപടി, സച്ചിൻ ടെണ്ടുൽക്കർ അഴിമതി നടത്തിയാൽ ഞാൻ അദ്ദേഹത്തെ തുറങ്കിലടയ്ക്കും. വാർത്ത വരുന്നത് ഇങ്ങനെയാണ്: സച്ചിൻ ടെണ്ടുൽക്കറെ തുറങ്കിലടയ്ക്കും കേജ്രിവാൾ. ഈ വാർത്തയുടെ ഉള്ളകങ്ങളിലേക്കൊന്നും പോകാതെ ഇതിന്റെ ആദ്യത്തെ വാക്യം മാത്രം ശ്രദ്ധിക്കുന്ന, തലക്കെട്ട് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സാധാരണ വായനക്കാരൻ വിചാരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെ കേജ്രിവാൾ ജയിലിൽ അടയ്ക്കാൻ പോകുന്നു. സ്വാഭാവികമായും പറയുന്ന കാര്യത്തിന്റെ അന്തസത്തയെ വേണ്ടും വിധം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തികച്ചും വൈകാരികമായും തൊലിപ്പുറമേയുമുള്ള ഒരു വ്യാഖ്യാനത്തിലൂടെ നമുക്ക് പറയുന്ന കാര്യത്തിന്റെ അന്തസത്തയെ തന്നെ നിഷേധിക്കാൻ കഴിയും. അത്തരത്തിൽ പ്രധാനപ്പെട്ട് കാണാവുന്ന ഒരു വാക്യമാണ് 1 പത്രോസ് 3:1. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഒരൊറ്റ വചനം വായിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒറ്റ വചനം പറയുമ്പോൾ തന്നെ സ്ത്രീ എപ്പോഴും വിധേയയായിരിക്കണം എന്നൊരു നിലപാട് അവിടെ വരും. കൊറിന്ത്യർ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, പരസ്പരാശ്രയത്വത്തിലാണ്. ആദ്യം മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു, മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് വചനം പറയുന്നത്. പക്ഷേ പെട്ടെന്ന്, അല്ലെങ്കിൽ സാധാരണമായി ചിന്തിക്കുമ്പോൾ ഒരു വചനം നമ്മോട് പറയാണ്, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. അപ്പൊ പറയുന്നത് ശരിയല്ലേ? ദൈവം തന്നെ പറയാം. പണ്ട് രാജാക്കന്മാർ തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മതങ്ങളെ കൊണ്ടാണ് പറയിച്ചിരുന്നത്. രാജാവ് പറഞ്ഞാൽ കേൾക്കാത്ത കാര്യം മതം പറഞ്ഞാൽ കേൾക്കും. കാരണം എന്താ? അത് ദൈവം പറഞ്ഞതാണ്. അപ്പൊ ദൈവം പറഞ്ഞതാണ് എന്ന വ്യാജേന മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രയോഗങ്ങൾ ധാരാളം ലോകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സ്ത്രീ വിധേയപ്പെട്ടിരിക്കേണ്ടതാണ് എന്നത് ഒരു പൊതുബോധമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് സഭയിൽ. സഭ പഠിപ്പിക്കുന്നത് അതല്ലെങ്കിലും, ദൈവവചനം പഠിപ്പിക്കുന്നത് അതല്ലെങ്കിലും, എല്ലാവരിലും രൂഢമൂലമായിട്ടുള്ള ഒരു ബോധ്യമാണ് സ്ത്രീ പുരുഷന് വിധേയയായിരിക്കണം. പുരുഷാധിപത്യ സമൂഹം ആയതുകൊണ്ട് അതിനെതിര് പറയാൻ ആരുമില്ലെന്ന് മാത്രമല്ല, സ്ത്രീകൾ തന്നെയും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വിധേയരായിരിക്കേണ്ടവരാണല്ലോ, ദൈവം അങ്ങനെയാണല്ലോ പറയുന്നതെന്ന് സ്ത്രീകളും പരക്കെ അംഗീകരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അവിടെ എന്താണ് പറയുന്നത്? അതിന്റെ തുടർഭാഗം വായിച്ചു നോക്കാം. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാക്കുകൊണ്ടല്ല, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ നിങ്ങൾക്ക് കഴിയും. എന്താണ് ഈ വചനം ഇങ്ങനെ പറയുന്നത്? ഏത് സാഹചര്യത്തിലാണത് പറയുന്നത്? അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? അതിന്റെ ആന്തരികാർത്ഥം എന്താണ് എന്ന കാര്യം പരിഗണിക്കുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഒറ്റ വാക്യത്തിലൂടെക്ക് തെറ്റായ വഴിയിലേക്ക് നമ്മൾ നീങ്ങാനിടയാകും. സഭയ്ക്കകത്ത് സ്ത്രീകൾ വിധേയരായിരിക്കേണ്ടവരാണ്, അവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ വളരെ എളുപ്പത്തിൽ കഴിയും. ആദിമ സഭാ സമൂഹത്തിനകത്ത് വിശ്വാസികൾ പലപ്പോഴും അവിശ്വാസികളുമായി കൂടിക്കലർന്നായിരുന്നു. അതായത് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചവരും ക്രിസ്തുവിശ്വാസത്തിന്റെ ഭാഗമല്ലാത്തവരും ഒന്നിച്ച് ജീവിച്ചിരുന്നു. ഇപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ നിരവധി ആളുകൾ ക്രിസ്ത്യാനിയായ ഭർത്താവും ക്രിസ്തുമതത്തിൽ വിശ്വസിക്കാത്ത ഭാര്യയും അങ്ങനെ തന്നെ തുടരുന്ന അവസ്ഥ പലയിടത്തുമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഭർത്താവ് വിശ്വാസിയല്ല, ഭാര്യ നിരന്തരം എന്തായിരിക്കും ചെയ്യുക? അവൾ നിരന്തരം തന്റെ വിശ്വാസം ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭർത്താവിനെ എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടുത്തി ഈ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടാവും. സ്വാഭാവികമല്ലേ? ആദിമസഭയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, നിലനിന്നിരുന്നു. അവിശ്വാസിയായ ജീവിത പങ്കാളിയെ വിശ്വാസത്തിലേക്ക് അനയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഭാര്യമാരുടെ പക്കൽ നിന്നുണ്ടായി. ക്രിസ്തുവിശ്വാസത്തിലായിരിക്കുന്ന
ജീവിത പങ്കാളി വിശ്വാസേതരമായ മാർഗങ്ങളിൽ ജീവിക്കുന്ന ഒരാളെ തിരികെ നടത്താൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുകയല്ല വേണ്ടത്, അവരുടെ പെരുമാറ്റം കൊണ്ട് മാനസാന്തരത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാൻ കഴിയും എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. അക്കാര്യത്തിലാണ് നിങ്ങൾ ഭർത്താക്കന്മാരെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കുന്നവരാകാതെ അവർക്ക് വിധേയരായി ജീവിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മാതൃക നൽകിക്കൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കണം എന്ന നിലയ്ക്കാണ് ഈ വാക്യം യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടത്. പക്ഷേ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. നിങ്ങൾ വിധേയരായിരുന്നാൽ മതി, ഭർത്താവിനെ ഉപദേശിക്കേണ്ട, നിങ്ങൾ നല്ലവണ്ണം ജീവിച്ചാൽ മതി. എനിക്കറിയാവുന്ന, നിങ്ങൾക്കും ഒരുപക്ഷെ അറിയാവുന്ന കേരളത്തിലൊരു പ്രഘോഷകൻ, അദ്ദേഹത്തിന് തന്നെ സാക്ഷ്യത്തിൽ അത് പറയുന്ന കാര്യമാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത നിരീശ്വരത്വത്തിലായിരിക്കുന്ന ഒരാൾ. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നിരീശ്വരവാദികളാണെന്ന് അതിനർത്ഥമില്ല. അദ്ദേഹം ഭൗതികവാദിയാണ്, മെറ്റീരിയലിസ്റ്റ് ആണ്. അങ്ങനെ ജീവിക്കുന്നയാൾ വിവാഹിതനായി. വിവാഹം ചെയ്തത് വിശ്വാസിയായ ഒരു സ്ത്രീയാണ്. പക്ഷെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം എന്ന പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ ഉടനെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ദേവാലയത്തിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഒന്നും താല്പര്യമുള്ള കാര്യമല്ല, അംഗീകരിക്കുന്ന കാര്യമല്ല. ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഈ ഭാര്യ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറയുന്ന കാര്യം, ഒരിക്കൽ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഒരു രാത്രിയിൽ അദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന ഭാര്യയെ അദ്ദേഹം കാണാനിടയായി. തന്നോടെപ്പോഴും വിധേയത്വത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന, തന്നെ അനുസരിച്ച് ജീവിക്കുന്ന, തന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരാകാത്ത, വിശ്വസ്തയെന്നും അല്ലെങ്കിൽ അനുസരണശീലമുള്ളവളെന്നും പറയപ്പെടുന്ന തന്റെ ഭാര്യ താൻ ഉറങ്ങുന്ന നേരത്ത് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലുകയാണ്. അദ്ദേഹം ഉറക്കമണീറ്റെങ്കിലും ഇത് കണ്ടതായി ഭാവിച്ചില്ല. പിന്നെ നിരന്തരം അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എന്നും രാത്രിയിൽ ഭർത്താവ് ഉറങ്ങാൻ വരുമ്പോൾ അവൾ ഉറങ്ങാൻ വരും, ഒന്നിച്ചു കൂടെ കിടക്കും. ഭർത്താവ് ഉറങ്ങിക്കഴിയുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് അവൾ മാറി നിന്ന് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കും. കുറെ നാൾ തുടർന്നപ്പോ അദ്ദേഹം ഇത് ചോദിക്കുന്നുണ്ട് അവളോട്. അവൾ പറഞ്ഞു, ചേട്ടന് ഇത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്കാണെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാനും വയ്യ, അതുകൊണ്ട് ചെയ്യുന്നതാണ്, ക്ഷമിക്കണം, മേലിൽ പ്രാർത്ഥിക്കില്ല. അത് പറഞ്ഞപ്പോ തന്നോടുള്ള വിധേയത്വവും സ്നേഹവും കാണിക്കുന്ന ആ ഭാര്യയോട് അദ്ദേഹത്തിന് എതിർവാക്ക് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോളൂ, നിന്നോട് പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പരസ്യമായിട്ടും പ്രാർത്ഥിച്ചോളൂ. പിന്നീട് അദ്ദേഹം വിശ്വാസിയായി മാറി, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരാളായിട്ട് മാറി. ഞാനീ പറഞ്ഞത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുവനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്കവിടെ നേടാൻ പറ്റൂ. ആ കാര്യമാണ് വചനം ഇവിടെ പറയുന്നത്. സെറാപ്പിയോൺ എന്ന സന്യാസി ഒരു ദിവസം വഴിയിലൂടെ നടക്കുമ്പോൾ, ഈജിപ്ഷ്യൻ സന്യാസിയാണ്, വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു വേശ്യാഗൃഹത്തിന് മുൻപിലിരുന്ന ഒരു സ്ത്രീ മുടി കോതുന്നു. അദ്ദേഹം അവിടേക്ക് കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിന്നോടുകൂടി കഴിയാൻ ഞാൻ വരും, പ്രഭോ വന്നാലും എന്നവൾ പറഞ്ഞു. അദ്ദേഹം പോയി. സന്ധ്യാസമയമായപ്പോൾ അദ്ദേഹം എത്തി. കയ്യിൽ കുറെ പ്രാർത്ഥനാ പുസ്തകമൊക്കെ ആയിട്ടാണ് വന്നത്. അദ്ദേഹം അവളോട് പറഞ്ഞു, എന്ത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, അതാണ് എൻ്റെ ശീലം, അതുകൊണ്ട് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അവളോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് ഓരോ ഘട്ടം കിടക്കുമ്പോഴും സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾ വരയ്ക്കാൻ തുടങ്ങി. ലേഖന ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവൾ മുട്ടുകുത്തി. സുവിശേഷം വായിക്കുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഏതെങ്കിലും കന്യാമഠത്തിൽ കൊണ്ടേ ആക്കണം, എനിക്ക് ഈ വഴിയിൽ നിന്ന് മാറി ജീവിക്കണം.
അദ്ദേഹം അവൾ പറഞ്ഞത് കേട്ട് അവളെ കൊണ്ടൊരു മഠത്തിൽ ചെന്നു. മഠത്തിലെ സുപ്പീരിയറോട് അദ്ദേഹം പറയുന്നത്, ഇവൾക്കെതിരെ ഒരു നിയമവും ഉണ്ടാകരുത്, അവൾക്കൊരു മുറി കൊടുക്കണം, അവൾ താമസിക്കട്ടെ, ഒരു വാതിലും അടയ്ക്കരുത്, അവൾക്ക് പോകാൻ തോന്നുമ്പോൾ അവൾ പോയിക്കോട്ടെ. ആ സ്ത്രീ അവിടെ താമസിച്ചു. ഒരാഴ്ച അവള് ഉപവാസം എടുത്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എന്നെ മുറി പുറത്തുനിന്ന് പൂട്ടണം, എനിക്ക് ജോലിക്കുള്ള വക, കൊട്ടനെയ്ത്താണ് അവരുടെ ജോലി, അത് അകത്തേക്ക് ഇട്ട് തന്നാൽ മതി, എനിക്ക് ഒരു ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം മതി. പിന്നീട് അവൾ ആഴ്ചയിൽ ഒരു നേരം ആക്കുന്നുണ്ട്. അവൾ അനുതാപത്തിലേക്ക് പോകുന്നുണ്ട്. ഏതൊരു വ്യക്തിയെയും മാനസാന്തരപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം അയാളെ എതിർക്കാതെ നമ്മുടെ ജീവിതം കൊണ്ട് അയാളിൽ പരിവർത്തനം ഉണ്ടാക്കുക. വചനം ശ്രവിക്കുമ്പോഴും ധ്യാനങ്ങൾ കൂടുമ്പോഴും നമ്മളെപ്പോഴും വാക്കുകൊണ്ട് മനുഷ്യരെ തിരുത്താൻ ശ്രമിക്കും. വാക്കുകൊണ്ടല്ല, ജീവിതം കൊണ്ടാണ് മനുഷ്യനെ തിരുത്തേണ്ടത് എന്ന പാഠമാണ് വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നത്. ഇവിടെ ഭാര്യമാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് അന്നത്തെ സാഹചര്യം അനുസരിച്ചാണ്. ഭാര്യയായാലും ഭർത്താവായാലും ഒരുവനെ നേടാനുള്ള ഏറ്റവും എളുപ്പമാർഗം ആദ്യം അയാളെ അംഗീകരിക്കുക എന്നുള്ളതാണ്, അയാൾക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ്. അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരാളെ നേടാൻ പറ്റൂ. ഒരു തർക്കത്തിൽ തോൽപ്പിക്കാൻ നമുക്കൊരാളെ വാക്കുകൊണ്ട് കഴിഞ്ഞേക്കും, പക്ഷേ അയാളെ സ്വതന്ത്രനാക്കാൻ വാക്കുകൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും ഒടുവിൽ തന്റെ പുത്രനിലൂടെ അവിടെ നിന്ന് പൂർണ്ണമാക്കുന്നത്. ആ വാക്കുകളെ മുഴുവൻ ക്രിസ്തുവായി പരിഭാഷപ്പെടുത്തുമ്പോഴാണ് മനുഷ്യകുലത്തിന്റെ വിമോചനം സാധ്യമാകുന്നത്. ഈ ക്രിസ്തു ദർശനമാണ് യഥാർത്ഥത്തിൽ ഈ വാക്യത്തിനകത്തുള്ളത്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് പലപ്പോഴും പ്രഘോഷിക്കുന്നത്. സ്ത്രീ പുരുഷന് വിധേയായിരിക്കണം എന്ന പൊതുധാരണയെ ഉറപ്പിക്കാൻ വേണ്ടി ഈ വചനവും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2-ാം തിരുവചനം പറയുകയാണ്, അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നതിലൂടെയാണ് ഇത് സാധിക്കുക. യേശുക്രിസ്തുവിനെ ലോകത്ത് പ്രഘോഷിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഒരാൾ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹമാകട്ടെ അവരനെ സ്വീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമാണ്. ഈ അവരനെ ഉൾക്കൊള്ളുന്നവനെ തള്ളിക്കളയാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് പാവങ്ങളെന്ന നോവലിലെ മെത്രാൻ ജീൻ വാൽജിനെ നേടുന്നത്, ഇവൻ എൻ്റെ സഹോദരൻ, ഇവൻ എൻ്റെ സഹോദരൻ. ആരാണ് ഇവൻ എന്ന ചോദ്യത്തിന് ഇവൻ എൻ്റെ സഹോദരൻ, അതൊരു ചേർത്ത് പിടിക്കലിൻ്റെതാണ്, അംഗീകരിക്കലിൻ്റെതാണ്, അവനെ ഉപാധിയില്ലാതെ പരിഗണിക്കുന്നതിൻ്റെതാണ്. അതാണ് നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെ സാധിക്കുന്നു പറയുന്നത്. എന്നിട്ടാണ് തുടർന്ന വാക്യത്തിൽ ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം എന്ന് പറയുന്നു. ഈ ബാഹ്യമോടികൾ പലപ്പോഴും നമ്മൾ പ്രയോഗിക്കാറുണ്ട് ആകർഷിക്കാൻ വേണ്ടി. ഭാര്യ ഭർത്താവിനെ ആകർഷിക്കാൻ വേണ്ടി സുന്ദരിയാകും, ഭാര്യ ആകർഷിക്കാൻ വേണ്ടി ഭർത്താവ് സുന്ദരനായി മാറും. അത് ഈ ബാഹ്യമോടികളിലൂടെയാണ്. ഈ ബാഹ്യമോടികളിലൂടെ ഒരാളെ ആകർഷിക്കുമ്പോൾ ഈ ആകർഷണം യഥാർത്ഥത്തിൽ ശരീരം വരെ എത്തുന്ന കാര്യമാണ്, ഇന്ദ്രിയപരം മാത്രമാണ്. അത് ആത്മാവിനെ സ്പർശിക്കുന്നതായിട്ട് മാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. നിങ്ങളുടെ അലങ്കാരം നിങ്ങളുടെ ആത്മാവാണ്. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ നിങ്ങളുടെ ആന്തരിക സൗന്ദര്യമാണ്. ഈ ആന്തരിക സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ പരിവർത്തന ഹേതുവായിട്ട് മാറുന്നത്. അതാണ് ഒരുവന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതും അനുഭവപ്പെടുത്തുന്നതും. ഈ അനശ്വര രത്നമാണ് വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ 3:4 പറയുന്നത്. ആത്മാവാകുന്ന അനശ്വര രത്നം, അത് മാമോദീസയിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ വ്യാപരിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാളെ ബാഹ്യതലത്തിലല്ലാതെ
ആന്തരികമായ അയാളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നായിട്ട് മാറുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം ബാഹ്യമായ മോടികളല്ല, അതൊക്കെ ഉപേക്ഷിക്കാനല്ല. നമ്മൾ സാധാരണ ഇത് പറഞ്ഞിട്ട് പറയുന്നത് ആഭരണം ഉപേക്ഷിക്കൂ, വിശേഷ വസ്ത്രങ്ങൾ ധരിക്കണ്ട, സ്വർണ്ണാഭരണം വേണ്ട, ഇതൊന്നും സൗന്ദര്യത്തിന്റെ അടയാളമല്ല. ബാഹ്യമായ സൗന്ദര്യങ്ങൾ അവയൊക്കെയാണ്. അവയൊക്കെ സാധാരണത്വത്തിൽ ബാഹ്യമായ ആകർഷണം ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും മോശമാണെന്നല്ല. മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വാഭാവിക പ്രകൃതിയിൽ ആകർഷകത്വം ഉണ്ടാകുന്നത് ശാരീരികമായി കൂടിയാണ്, ബാഹ്യമായിട്ടാണ്. അത് മോശമാണെന്നല്ല. പക്ഷെ ഒരാളെ പരിവർത്തിപ്പിക്കാൻ ശേഷിയുള്ള ആത്മാവിനുള്ള ബന്ധം സ്ഥാപിക്കാൻ, ഒരാളെ തൻ്റെ ജീവിതത്തിന് അവഗണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആന്തരികമായ ബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അമൂല്യ രത്നം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രയോഗമാക്കി ജീവിതത്തെ മാറ്റുക, ആത്മാവിൽ ജീവിക്കുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മറ്റൊരാളെ നേടാൻ പറ്റുക. എന്താണ് ഈ അമൂല്യ രത്നത്തിന്റെ പ്രവൃത്തി? സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത. ഈ 12 ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തന തലമായി ജീവിതം മാറുമ്പോൾ ഒരാളെ മാനസാന്തരപ്പെടുത്താൻ കഴിയും എന്ന കാര്യമാണ് ഈ വചനഭാഗത്ത് പറയുന്നത്. അത് പറഞ്ഞിട്ട് സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം, അവർ ബാഹ്യമായ ആഭരണങ്ങൾ ധരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പ്രഘോഷണങ്ങൾ വഴിമാറിപ്പോകും. ഇപ്പോൾ കേൾക്കുന്നവർ പെട്ടെന്ന് ധരിക്കുന്നു, ഇങ്ങനെ ക്രിസ്ത്യാനിയായാൽ പിന്നെ ആഭരണം പാടില്ല, അതുകൊണ്ട് ആഭരണം ഉപേക്ഷിക്കുന്ന ക്രൈസ്തവ ധാരകളുണ്ട്. ആഭരണങ്ങളൊക്കെ അപകടകാരികളാണെന്ന് കരുതുന്നവർ. നമ്മൾ ധരിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബാഹ്യമായൊരു മാറ്റമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്, ആന്തരികമായ മാറ്റമാണ്. ആ ആന്തരിക മാറ്റം ചില ബാഹ്യമാറ്റങ്ങളിലേക്ക് നമ്മെ നയിച്ചേക്കാം. ഒരു പെൺകുട്ടി വളരെ വേദനയോടെ വന്ന് പറഞ്ഞതാണ്, കളർഫുള്ളായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്, എനിക്ക് ഒട്ടും താല്പര്യമില്ല ബ്രദറെ, പക്ഷേ അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞു, ഇടി അവൻ സ്നേഹത്തോടെ വാങ്ങിത്തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവന് വേണ്ടി അത് അണിയുകയും ചെയ്യുക എന്നതും ഈ ആന്തരിക വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ്. എന്റെ ഇഷ്ടങ്ങളിൽ തഴങ്ങാതെ എനിക്ക് മറ്റൊരാൾ ഇഷ്ടങ്ങളിലേക്ക് മാറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിനകത്തുണ്ട്. വിനയത്തിന്റെ, മോഡസ്റ്റി, സ്വയം അടക്കലാണത്. അവനവന്റെ താല്പര്യത്തെക്കാൾ ഉപരി അവിടെ നിഷ്കളങ്കമായ പ്രവൃത്തിയിലേക്ക്, വിനയത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അത് മാനസാന്തരത്തിന് കാരണമായിട്ട് മാറും എന്നാണ് ഈ വചനം പറയുന്നത്. 5ഉം 6ഉം വചനങ്ങളിൽ അബ്രഹാത്തെയും സാരയൊക്കെ ഉദാഹരിച്ചുകൊണ്ട് വിശുദ്ധരായ സ്ത്രീകൾ ഇപ്രകാരം ജീവിച്ചിട്ടുണ്ട് എന്ന കാര്യം പത്രോസിൽ ഇവിടെ പറയുന്നുണ്ട്. തുടർന്ന് 7-ാം തിരുവചനത്തിൽ ഭർത്താക്കന്മാരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാര്യമാരോട് പറഞ്ഞത് മാത്രമല്ല, ഭർത്താക്കന്മാരോടും പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുക. എങ്ങനെ തന്നെ? ഈ സ്ത്രീയോട് പറഞ്ഞതുപോലെ തന്നെ, ഭാര്യയോട് പറഞ്ഞതുപോലെ തന്നെ ആന്തരിക വ്യക്തിത്വമാണ് പ്രധാനമെന്ന് കരുതി ബാഹ്യാലങ്കാരങ്ങളിൽ കുടുങ്ങാതെ വിവേകത്തോടെ, ഭാര്യമാരോട് പറഞ്ഞത് ഭർത്താവിന് വിധേയപ്പെടാനാണ്. അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാരെ ഭാര്യയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട്, പരസ്പര വിധേയത്വം എന്ന് പറയുന്നത് പരസ്പര അംഗീകാരത്തിന്റെ ഒരു ലക്ഷണമാണ്, അതല്ലാതെ ഒരു ആധിപത്യത്തിൻ്റെതല്ല. ഏകപക്ഷീയമായിട്ട് വിധേയത്വമാകുമ്പോൾ അതൊരു ആധിപത്യത്തിൻ്റെതാകും. ശ്ലീഹ ഇവിടെ പറയുന്നത് ഭർത്താക്കന്മാർ ഇവരെ പോലെ തന്നെ, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ ഭാര്യമാരോടൊത്ത് ജീവിക്കണം. അവിടെ എവിടെയാണ് സ്ത്രീയെ അടിമതുല്യാക്കുന്നത്, താഴ്ത്തിക്കിട്ടുന്നത്? അവിടെ സ്ത്രീയെപ്പോലെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാർക്ക് വിധേയരായിരിക്കുവിൻ എന്നൊരു സൂചന അതിനകത്തുണ്ട്. പരസ്പര വിധേയത്വം എപ്പോഴും ബന്ധങ്ങളിൽ നമ്മെ വളർത്തും. ഒരാൾക്ക് മറ്റൊരാൾ ഇടമുണ്ടാകുന്നത് വിധേയത്വം ഉണ്ടാകുമ്പോഴാണ്. മറ്റൊരാൾ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിൽ ഇടമുണ്ടാകുക. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി അല്ല അത് സ്വാഭാവികമായി ക്രിസ്തുവിൽ മറ്റൊരാളോട് നാം കാണിക്കുന്ന
ദീർഘമായ ക്ഷമയുടെയും അനുകമ്പയുടെയും പ്രകാശനാണ്, ആത്മഫലങ്ങളുടെ പ്രകാശനാണ്. അതായത് ഭാര്യ വിശ്വാസിയാണെങ്കിൽ നമ്മുടെ വിശ്വാസധാരയും വരുന്നില്ലെങ്കിൽ അവളെ ഉപദേശിച്ച് നേരെയാക്കാൻ കഠിന ശ്രമം നടത്തുന്നതിന് പകരം നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ടും നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടും നമുക്ക് അവരെ നേടാൻ കഴിയുമെന്ന കാര്യമാണ് വചനോടെ പറയുക. ഇനി വചനത്തിൽ സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും അതുകൊണ്ട് ഉടനെ പറയുന്ന സ്ത്രീ ബലഹീന പാത്രമാണ്. ഇതൊരു പുരുഷാധിപത്യ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ശ്ലീഹ പറയുക. അവൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം, വിധേയപ്പെടണം, നമ്മൾ പറയുന്നതെല്ലാം അംഗീകരിക്കണം. കാരണം അവൾ ബലഹീനയാണ്. എന്നോടൊരു സഹോദരൻ പറഞ്ഞത് സ്ത്രീകൾക്ക് തെങ്ങ കയറാൻ പറ്റുമെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് തെങ്ങ കയറാൻ പറ്റില്ലെന്ന്. തെങ്ങ കയറാൻ സ്ത്രീക്ക് പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. തെങ്ങ കയറാൻ എല്ലാ പുരുഷന്മാർക്കും പറ്റില്ല. ചിലപ്പോൾ ആവശ്യം വന്നാൽ സ്ത്രീ തെങ്ങ കയറും. ലോകത്ത് ഇന്ന് അധ്വാന മേഖലയിൽ എവിടെയാണ് സ്ത്രീ ഇല്ലാത്തത്? ഇത് പറയുന്ന കാലത്തല്ല, ഇന്നത്തെ കാര്യം ആലോചിക്കുക. എല്ലാ ജോലിയും ചെയ്യാൻ പ്രാപ്തിയായിട്ടുണ്ട്. അവൾക്കെല്ലാം കഴിയും. അവളെ തടഞ്ഞു നിർത്തിയതാണ്. അവൾ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, അവൾക്കതിന് കഴിവില്ല, അവൾ എല്ലാവരെയും പേടിക്കണം, ലോകം അവളെ ആക്രമിക്കും, പുരുഷൻ അവളെ കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അവൾക്ക് ദൈവം നൽകിയ ദൈവകൃപയെ, ദാനങ്ങളെ അനുഭവിക്കാൻ ഇട കൊടുക്കാതെ അവളെ തടങ്കലിലിട്ടതാണ്. അല്ലാതെ സ്ത്രീ ബലഹീന കഥാപാത്രമൊന്നുമല്ല. അവൾ പുരുഷൻ പറയുന്നത് വിശ്വസിക്കുന്നത് ബലഹീനത കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ട് പുരുഷൻ പറയുന്നത് അനുസരിക്കുമ്പോൾ അതൊരു ബലഹീനതയായിട്ട്, പുരുഷൻ പറയുന്നത് അംഗീകരിക്കുന്നത് അയാളുള്ള സ്നേഹം പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്, അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, ഇപ്പോൾ ബലഹീനയാണ്. പുരുഷൻ ശാസിക്കുമ്പോൾ സ്ത്രീ കരയുന്നത് തന്നുള്ള സ്നേഹം ലംഘിക്കപ്പെടുമോ എന്ന് ഭയന്നിട്ടാണ്. അത് കാണുമ്പോൾ ഇയാൾ വിചാരിക്കുന്നത് ഇപ്പോൾ ദുർബലയാണെന്നാണ്. സ്ത്രീകൾ ദുർബലരല്ല. മനുഷ്യത്വത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്, രണ്ട് ഭാഗമാണ്. സാധാരണ കരയുന്നവർ പെണ്ണുങ്ങളാണ് എന്നാണ് പുരുഷന്മാരോട് പറയല്ലോ, പെണ്ണുങ്ങളെ പോലെ കരയാതിരിക്കും. കരച്ചിലെന്ന് പറഞ്ഞ ഹൃദയാർദ്രതയുടെ ഭാഗമാണ്. അത് സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല. ആർദ്രമായ ഹൃദയം ആർക്കുണ്ടോ അയാൾ കരയും. ഒരു ആൺകുട്ടി മരം കയറുന്നത് പോലെ അനുവാദമില്ല പെൺകുട്ടിക്ക്, മരം കയറി പെണ്ണെന്ന് വിളിക്കും. അങ്ങനെ അടിമപ്പെടുത്തി അവൾ ബലഹീനയാണെന്ന്, കണ്ണുനീർ തുള്ളിയാണെന്ന് കവികളെ കൊണ്ട് പാടിച്ച്, അത് കേട്ട് എങ്ങിക്കറിയാൻ അവളെ പഠിപ്പിച്ച് അവളെ ദുർബലമാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ മനോഭാവമാണ് സ്ത്രീ ബലഹീന പാത്രമാണെന്ന്. അതുകൊണ്ട് അത്തരത്തിൽ ബലഹീന പാത്രമാണെന്ന് കരുതുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയോടാണ് സ്ത്രീകൾ സംസാരിക്കുന്നത്, അല്ലാതെ സ്ത്രീ ബലഹീന പാത്രമാണെന്ന അർത്ഥത്തിലല്ല. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നമുക്കത് കാണാം. കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയ്ക്ക് ദൈവികത മാനുഷികതയിൽ പ്രവർത്തിക്കുന്നതാണ് കൃപ. അത് പുരുഷനോട് തുല്യമായി സ്ത്രീക്കുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ബലഹീന കഥാപാത്രമാണോ? എങ്ങനെയാ? വാസ്തവത്തിൽ ബലഹീനരല്ലാതെ നമ്മിൽ ആരുണ്ട്? പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ദുർഭകനായ മനുഷ്യൻ. ബലഹീനതയിലാണ്. മനുഷ്യത്വം ബലഹീനതയിലാണ്. ബലഹീനത ദൈവാത്മാവിനാൽ ബലം പ്രാപിക്കാനുള്ള ഒരു അവസരമാണ്, അല്ലാതെ ഒരു താഴ്മയല്ല, ഒരു കഴിവുകേടല്ല. ദുർബലരായ പലരെയും നമുക്കറിയാം ലോകത്ത്. നമ്മൾ വിചാരിക്കുന്നത് തോറ്റു കൊടുക്കുന്നവരൊക്കെ ദുർബലന്മാരാണ്. ജയിക്കണതിനേക്കാൾ കൂടുതൽ ബലം വേണം തോൽക്കാൻ. കുരിശിൽ കയറിയവന് അത് ഒഴിവാക്കാനോ അവരെ നേരിടാനോ മാർഗമില്ലാഞ്ഞിട്ടല്ല, അവൻ തോറ്റു കൊടുക്കുകയാണ്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് ബലം കാണിച്ചതിനേക്കാൾ കൂടുതൽ മാറിൽ വെടിയേറ്റ് വീഴുമ്പോൾ കാണിക്കുന്നുണ്ട്. ജീവിച്ച ഗാന്ധിയേക്കാൾ തോറ്റുകൊടുത്ത ഗാന്ധിയാണ് ജയിച്ചത്. ആ ഗാന്ധിയാണ് ഇന്നും ഇന്ത്യയെ ഇന്ത്യയായിട്ട് നിലനിർത്തുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ താഴുന്നു, ഒരാൾ കീഴ്പ്പെടുന്നു, ഒരാൾക്ക് മൊഴിമുട്ടുന്നു എന്നത് അയാളുടെ ബലഹീനതയായിട്ടോ വീഴ്ചയായിട്ടോ കുറവായിട്ടോ അല്ല കാണേണ്ടത്. അയാൾക്ക് നമ്മളോട് അത്രത്തോളം സ്നേഹമുണ്ടെന്ന് കൂടി നമ്മൾ കരുതണം. തോറ്റാലും അകലാതിരിക്കണം എന്ന ആഗ്രഹമുണ്ട്. തർക്കങ്ങളിൽ ജയിക്കാൻ നമുക്ക് കഴിയും.
പക്ഷേ തർക്കങ്ങളുടെ അവസാനം നാം ആരോടാണോ തർക്കിച്ചത് അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നാണ് നിർബന്ധമെങ്കിൽ അയാൾ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. ആ മനസ്സാണ് ഈ ദുർബലതയായിട്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണെന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള വിദ്വേഷമോ ഏതെങ്കിലും തരത്തിലുള്ള അതീശത്വ ഭാവമോ നമുക്കുണ്ടാവുമ്പോൾ പ്രാർത്ഥനയിലുള്ള സ്വച്ഛത നഷ്ടപ്പെടും. കാരണം ദൈവാത്മ പ്രവർത്തനമില്ലാണ്ടാവും. ആത്മാവിലാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. അത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണ്. ഇവിടെ വിവക്ഷിക്കുന്നത് സ്ത്രീയോടോ പുരുഷനോടോ വ്യത്യസ്തമായിട്ടല്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടത് നമുക്ക് പരസ്പരം സ്നേഹമുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുക. സ്നേഹം മരവിക്കുന്നിടത്ത് അല്ലെങ്കിൽ സ്നേഹം ഒഴിവാക്കപ്പെടുന്നിടത്ത് പ്രാർത്ഥനയും അസ്തമിക്കുകയാണ്. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെ വചനങ്ങളിൽ പലപ്പോഴും സ്ത്രീവിരുദ്ധമായി പ്രയോഗിക്കപ്പെട്ട വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ അതിലൂടെ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. സമത്വം തന്നെയാണ് അവിടെ പറയുന്നത്. സ്ത്രീയെയോ പുരുഷനെയോ മേൽകീഴാക്കുന്ന ഒരു പ്രവൃത്തിയല്ല വചനം നിർവഹിക്കുന്നത്. കൃപയ്ക്ക് തുല്യ അവകാശികളായി തിരിച്ചറിയാനും പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം വിധേയപ്പെടാനും പരസ്പരം സ്വീകരിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കാനാണ്. വീണ്ടും നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ മറ്റ് വചനഭാഗങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറയാം. നമുക്കങ്ങനെ സംവാദത്തിലൂടെ മുമ്പോട്ട് പോകാം. ഞാനും നിങ്ങളും പൂർണ്ണരല്ല. പൂർണ്ണനായ യേശുക്രിസ്തു മാത്രമാണ്. പൂർണ്ണനായ ക്രിസ്തുവിനെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് പിഴവുകളും പോരായ്മകളും ഉണ്ടാകാം. അതൊക്കെ അംഗീകരിക്കാൻ നമുക്ക് ഇരുവർക്കും പരസ്പരം കഴിയണം. അതുകൊണ്ട് ആരെങ്കിലും ബോഷാന്നോ മറ്റു തരത്തിലെന്തെങ്കിലും കുളിച്ച് ആക്ഷേപിച്ചാൽ അതിൽ വിഷമമൊന്നുമില്ല. കാരണം നമ്മൾ തന്നെ നമ്മളെ ബോഷനായിട്ടാണ് കരുതിയിട്ടുള്ളത്. ലോകത്തിന് അങ്ങനെ നമ്മളെ കാണാൻ കഴിയൂ. കാരണം ബുദ്ധിമാനായി ജീവിക്കാൻ കഴിഞ്ഞില്ല ലോകപ്രകാരം. അത് ഒരു കുറവായിട്ടോ പോരായ്മയായിട്ടോ അല്ലെങ്കിൽ അപമാനമായിട്ടോ ഒന്നും കരുതുന്നില്ല. ക്രിസ്തുവിൽ അഭിമാനിക്കുകയാണ്. കർത്താവിലായിരിക്കാൻ കഴിയുക എന്നതിനേക്കാൾ മെച്ചപ്പെട്ടതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഏത് തരത്തിലാണെങ്കിലും, ആക്ഷേപത്തിന്റെ തലത്തിലാണെങ്കിലും നിങ്ങളൊരു സംഭാഷണത്തെയും നിരോധിക്കുന്നില്ല. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മറ്റുള്ളവരെ കൂടി ഈ ചാനൽ പരിചയപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് കൂടി വചനം പങ്കുവെക്കുന്ന ഈ ദൗത്യത്തിൽ നിങ്ങളും പങ്കുചേരണം എന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.